ഹായ് ഓൾ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4th സെമസ്റ്റർ ജേർണലിസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്ന കോംപ്ലിമെൻ്ററി പേപ്പറിൽ 4ാമത്തെ ചാപ്റ്ററായ എഡിറ്റിംഗ് പ്രോസസ്സാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ എന്തായാലും ഷെയർ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് ഈ ഒരു കോംപ്ലിമെൻ്ററി പേപ്പർ, അത് ജേർണലിസ്റ്റ് പ്രാക്ടീസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ, തേർഡ് ചാപ്റ്ററൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ 4th ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളും മാത്രമായിട്ടുള്ള ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഈ ഒരു എഡിറ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ ഒരു ചാപ്റ്റർക്ക് നമ്മൾ പറയാൻ പോകുന്നത്. സോ 4th ചാപ്റ്ററായ എഡിറ്റിംഗ് പ്രോസസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ന്യൂസ് എങ്ങനെയാണ് എഡിറ്റിംഗ് ചെയ്യുന്നത്, എഡിറ്റിംഗ് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഒരു എഡിറ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ എഡിറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു എഡിറ്റിംഗ് പ്രോസസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് എന്താണ് എഡിറ്റിംഗ് എന്നത് നമുക്ക് നോക്കാം. എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പുതിയതായിട്ടുള്ളൊരു കാര്യങ്ങൾ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നൊരു മെത്തേഡാണ് എഡിറ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിയായ രീതിയിൽ ആ ഒരു സെൻറ്റൻസ് വരാനോ അല്ലെങ്കിൽ ആ ഒരു വേർഡ്സ് ശരിയായ രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എഡിറ്റിംഗ് പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. അതായത് എന്തെങ്കിലും ഒരു എററോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തിരുത്ത് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ യൂസ് ചെയ്യുന്നത്. ഈ ഒരു തെറ്റായ കാര്യങ്ങളൊക്കെ കറക്റ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എഡിറ്റിംഗ് നമ്മൾ ചെയ്യുന്നത്. സോ ന്യൂസ് പേപ്പറിൽ ആദ്യം തന്നെ എഡിറ്റിംഗ് ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്നത് സബ് എഡിറ്ററാണ്. അത് ഞാൻ ഫസ്റ്റ് ചാപ്റ്ററിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ന്യൂസിനെ ന്യൂസാക്കി മാറ്റുന്ന വ്യക്തി എന്ന് പറയുന്നത് സബ് എഡിറ്ററാണ്. അതുകൊണ്ട് തന്നെയാണ് സബ് എഡിറ്ററിനെ ദ കീ റോൾ ഓഫ് എഡിറ്റിംഗ് പ്രോസസ്സ് എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മിഡ് വൈഫ് ടു ദ സ്റ്റോറി ആൻഡ് മോസ്റ്റ് യൂസ്ഫുൾ പേഴ്സൺ ഇൻ എ ന്യൂസ് പേപ്പർ ആൻഡ് ദ അൺസങ് ഹീറോ ഓഫ് എ ന്യൂസ് പേപ്പർ. അതായത് അറിയപ്പെടാണ്ട് പോയ നായകൻ എന്നൊക്കെ ഞാൻ ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. സബ് എഡിറ്ററിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതൊന്നും നിങ്ങൾ കണ്ടാൽ തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നതായിരിക്കും. സോ സബ് എഡിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു എഡിറ്റിംഗ് പ്രോസസ്സിലെ ഏറ്റവും വലിയ റോള് വഹിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് സബ് എഡിറ്ററാണ്. കാരണം റിപ്പോർട്ടർമാർ ന്യൂസിൻ്റെ പല റിപ്പോർട്ടറും കൊടുത്താൽ അവർ ജനങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കി മാറ്റുന്നത് ആരാണ്? സബ് എഡിറ്ററാണ്. ഫസ്റ്റ് ആ ഒരു ന്യൂസ് അവരെ കൈക്കാണ് കിട്ടുക, എന്നിട്ടാണ് അവർ മറ്റുള്ള ആൾക്കാർക്കൊക്കെ വായിക്കാൻ പറ്റുന്ന രീതിയിൽ അവരാണ് ആ ഒരു ന്യൂസിനെ ന്യൂസാക്കി മാറ്റുന്നത്. അതുകൊണ്ടാണ് ഒരു സബ് എഡിറ്റർ എന്ന് പറയുന്നത് അൺസങ് ഹീറോ ഓഫ് എ ന്യൂസ് പേപ്പർ, ഒരു ന്യൂസ് പേപ്പറിൽ അറിയപ്പെടാണ്ട് പോയ ഒരു ഹീറോ, നായകനായിട്ട് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ മിഡ് വൈഫ് ടു ദ സ്റ്റോറി എന്നൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സബ് എഡിറ്റർ എന്ന് പറയുന്നതും കോപ്പി എഡിറ്റർ എന്ന് പറയുന്നതും സെയിം ആണ്. അത് നിങ്ങൾ മറക്കരുത്. കോപ്പി എഡിറ്റർ എന്ന് പറഞ്ഞാൽ സബ് എഡിറ്ററും സെയിം ആയിട്ടുള്ള കാര്യമാണ്. ഫസ്റ്റ് ചാപ്റ്റർ ഇതിൻ്റെ എല്ലാ കാര്യവും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഫസ്റ്റ് ചാപ്റ്റർ എന്തായാലും നിങ്ങൾ കാണണം, കാരണം അത്ര എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ ഇട്ടിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് എഡിറ്റിംഗ് എന്ന് പറയുന്നത് കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സബ് എഡിറ്റിംഗ് എന്ന് പറയുന്നത് സബ് എഡിറ്റർ എഡിറ്റിംഗ് ചെയ്യുന്നതാണ് സബ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവർ സബ് എഡിറ്ററൊക്കെ എന്താണ് ചെയ്യുന്നത്, അതായത് സബ് എഡിറ്ററിൻ്റെ ജോലി എന്ന് പറയുന്നത് എന്താ, സ്പെല്ലിംഗ് കറക്റ്റ് ചെയ്യുക, അതുപോലെ ഗ്രാമർ ആയാലും പഞ്ച്വേഷൻസ് ആയാലും സിൻടാക്സ് ആയാലും ഒരു സംഭവം തന്നെ, ഒരു റിപ്പോർട്ട് തന്നെ ന്യൂസാക്കി മാറ്റുന്ന വ്യക്തിയാണ് സബ് എഡിറ്റർ എന്ന് പറയുന്നത്. സോ എഡിറ്റിംഗ് എന്ന് പറയുന്നത് കുറച്ച് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് കുറച്ച് ടൈപ്സ് ആയിട്ട് അതിൽ സബ് എഡിറ്റിംഗ് ആണ് പറഞ്ഞിരുന്നത്. അതായത് ആ സബ് എഡിറ്ററിൻ്റെ ജോബ് എന്ന് പറയുന്നത് സ്പെല്ലിംഗ് കറക്റ്റ് ചെയ്യുക, ഗ്രാമർ, പഞ്ച്വേഷൻസ്, അതുപോലെ സിൻടാക്സ്, ഓരോ ഫോൺസ്, എല്ലാ കാര്യവും ഒരു ന്യൂസിനെ ന്യൂസാക്കി മാറ്റുന്നത് സബ് എഡിറ്ററാണ്. അതാണ് സബ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് സബ് എഡിറ്റിംഗ് ആണ്. നെക്സ്റ്റ് കാറ്റഗറിയാണ് ലൈൻ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ലൈൻ എഡിറ്റിംഗ് അഡ്രസ്സ് ചെയ്യുന്നത് ദ ക്രിയേറ്റീവ് കോണ്ടൻറ്റ്, റൈറ്റിംഗ് സ്റ്റൈൽ ആൻഡ് ലാംഗ്വേജ് യൂസ് അറ്റ് ദ സെൻറ്റൻസ് ആൻഡ് പാരഗ്രാഫ് ലെവൽ. അതായത് ഈ ഒരു പർപ്പസ്, ഈ ഒരു എഡിറ്റിംഗ്, ലൈൻ എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഈ ഒരു പ്രോസസ്സ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഒരു ഡിക്റ്ററ്റ് എറേഴ്സ് ഒന്നും കണ്ടുപിടിക്കാനോ അങ്ങനത്തെ രീതിയിലൊന്നല്ല അത് യൂസ് ചെയ്യണം. കാരണം അവർ യൂസ് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത് ആ ലാംഗ്വേജ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ
ചെയ്യാൻ വേണ്ടി വിചാരിച്ചിട്ടുള്ള എന്ത് കണ്ടൻറ്റാണോ എന്ത് സബ്ജക്റ്റാണോ അവർ റീഡേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിട്ടുള്ളത് അത് മനസ്സിലാവുന്നുണ്ടോ, ആ ഒരു ലാംഗ്വേജ് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ, ആ ഒരു വേർഡ് ഇന്ന വേർഡാണ് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, ഇന്ന വേർഡിൽ അവർക്ക് ആ ഒരു മീനിങ് കിട്ടുന്നുണ്ടോ, അതാണ് ലൈൻ എഡിറ്റിങ്ങിൽ അവർ യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു ലൈൻ എഡിറ്റിങ്ങിൽ അവരിൽ ലാംഗ്വേജ് ക്ലിയർ ആയിട്ട് ഫ്ലുവൻ്റ് ആയിട്ടൊക്കെയാണ് അവർ റീഡേഴ്സിന് മനസ്സിലാക്കാൻ വേണ്ടി നോക്കുന്നത്. അതായത് അവർ ചൂസ് ചെയ്തിട്ട് കൺവേ എ പ്രൈസസ് മീനിങ്, അതായത് ഒരു നല്ലൊരു മീനിങ് അവർക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു പ്രോസസ്സാണ് ലൈൻ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് കാറ്റഗറിയാണ് ക്രിയേറ്റീവ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ക്രിയേറ്റീവ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവർ യൂസ് ചെയ്യുന്ന ആ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ന്യൂസിൽ അല്ലെങ്കിൽ ആ ഒരു കണ്ടൻറ്റിൽ അവർ യൂസ് ചെയ്തിട്ടുള്ള ഫോട്ടോഗ്രാഫ്സ്, ഹെഡ്ലൈൻസ്, ഇൻഫോഗ്രാഫിക്സ്, അതുപോലെ തന്നെ മറ്റു ഗ്രാഫിക് എലമെൻറ്റ്സ് ഒക്കെ ഈ ഒരു റീഡേഴ്സിന് മനസ്സിലാക്കാൻ കഴിയുന്ന പോലത്താണ്. അതായത് ആ ഒരു ന്യൂസിനെ സംബന്ധിച്ചിട്ടുള്ള ഫോട്ടോഗ്രാഫ്സാണ് അവർ കൊടുത്തിട്ടുള്ളത്, അതിന് പറ്റിയിട്ടുള്ള ഹെഡ്ലൈൻസാണോ കൊടുത്തിട്ടുള്ളത്, ആ ഒരു റിപ്പോർട്ട് ആ ഒരു ന്യൂസിന് പറ്റിയിട്ടുള്ളതാണോ, അതിനുള്ള സെയിം കാര്യങ്ങൾ തന്നെയാണ് ആ ഒരു ഫോട്ടോഗ്രാഫിലുള്ളത്. അതാണ് ക്രിയേറ്റീവ് എഡിറ്റിംഗ് എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കാരണം ഒരു ന്യൂസ് പേപ്പർ എടുത്താൽ തന്നെ മനസ്സിലാവും, ന്യൂസ് പേപ്പറിലെ എല്ലാ ന്യൂസിലും ഓരോ ഫോട്ടോഗ്രാഫ്സ് ഉണ്ടാവും. കാരണം ഇപ്പോൾ എല്ലാ ജനങ്ങളും ഇപ്പോൾ ഗ്രാഫിക്സിലാണ് എല്ലാവരും നോട്ടം ഇട്ടിട്ടുള്ളത്. കാരണം അവർക്ക് ആ ഒരു ന്യൂസ് വേഗം മനസ്സിലാവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ ഒരു ഗ്രാഫിക്സ് കൊടുത്തിട്ടുള്ളത്. സോ അതാണ് ക്രിയേറ്റീവ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ഡിസൈൻ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഡിസൈൻ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു പ്രോസസ്സാണ് അറേഞ്ചിങ് മെറ്റീരിയൽ ഓൺ എ ന്യൂസ് പേപ്പർ പേജ് അക്കോർഡിംഗ് ടു എഡിറ്റോറിയൽ ആൻഡ് ഗ്രാഫിക്കൽ ഗൈഡ് ലൈൻസ് ആൻഡ് ഗോൾസ്. അതായത് ഡിസൈൻ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂസ് പേപ്പറിൻ്റെ പേജിൽ ഏതൊക്കെ തരത്തിലെല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യുക, ആ ഒരു മെറ്റീരിയൽസിലൊക്കെ കറക്റ്റായ രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്യുന്നതിനാണ് ഡിസൈൻ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് അതിൽ ഓരോ ഡിസൈൻസ് വരുന്നതും അതുപോലെ തന്നെ ഗ്രാഫിക് ഡിസൈൻസ്, ലേഔട്ട്, അതിൻ്റെ പേജിനേഷൻസ് എല്ലാം കറക്റ്റായ രീതിയിൽ തന്നെ വെക്കുന്നത്. ഇപ്പോൾ റീഡേഴ്സ് ഒരു ന്യൂസ് പേപ്പർ വായിക്കുന്ന സമയത്ത് എല്ലാതും ഒപ്പം തന്നെ എല്ലാ ന്യൂസും കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് വായിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ ആ തരത്തിൽ നല്ല ഗ്രാഫിക്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ ലേഔട്ടൊക്കെ ചെയ്തിട്ട് കുറച്ച് ഒരു ന്യൂസ് കഴിഞ്ഞിട്ട് മറ്റൊരു ന്യൂസ് കുറച്ച് വിട്ടിട്ടൊക്കെ എഴുതിയാലാണ് ആൾക്കാർക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടാവുള്ളൂ. സോ അതാണ് ഡിസൈൻ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അതൊരു പ്രോസസ്സാണ്. സോ ഇതെന്ന് പറയുന്നത് എല്ലാ ന്യൂസും ബാലൻസ് ആക്കിയിട്ട് രീതിയിൽ, കാരണം കുറേ വലിച്ച് നീട്ടിയിട്ടൊന്നും എഴുതിയാൽ മറ്റുള്ള ന്യൂസിനൊന്നും സ്പേസ് ഉണ്ടാവില്ല. സോ എല്ലാതും ബാലൻസ് ചെയ്ത രീതിയിലായിരിക്കും ന്യൂസൊക്കെ വരുന്നത്. അത് എഡിറ്റിംഗ് ചെയ്യുക, അതാണ് ഡിസൈൻ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് എഡിറ്റിംഗ് വരുന്ന കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള കുറച്ച് എഡിറ്റിങ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഫസ്റ്റ് മുതൽ പഠിച്ച എഡിറ്റിങ്സ് ഒന്ന് ഓർത്തുവെക്കുക. സബ് എഡിറ്റിംഗ്, അതുപോലെ തന്നെ ലൈൻ എഡിറ്റിംഗ്, ക്രിയേറ്റീവ് എഡിറ്റിംഗ്, അതുപോലെ തന്നെ ഡിസൈൻ എഡിറ്റിംഗ്. 4 എഡിറ്റിങ്ങുകളാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും ചോദിക്കാം. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ജനറൽ റൂൾസ് ഓഫ് എഡിറ്റിംഗ്. എഡിറ്റിങ്ങിൻ്റെ ജനറൽ റൂൾസാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ജനറൽ റൂൾസ് ഓഫ് എഡിറ്റിംഗ് എന്ന് പറയുന്നത് സബ് എഡിറ്റേഴ്സ് അവരുടെ ബേസിക്കലി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്, അതായത് ഇവർ ഈ ഒരു ഫോളോയിങ് സ്റ്റെപ്സ്, ഇനി പറയാൻ പോകുന്ന എല്ലാ സ്റ്റെപ്സും അവർ നോക്കിയിട്ട് വേണം ഒരു എഡിറ്റിംഗ്, ഒരു ന്യൂസ് ആയാലും ഒരു റിപ്പോർട്ടായാലും എഡിറ്റിംഗ് ചെയ്യേണ്ട ഈ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു സ്റ്റെപ്സൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ട്. അത് അവരുടെ ഒരു ബേസിക്കലി ആയിട്ടുള്ള അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ ഇതിൽ ഒരു എഡിറ്റിംഗ് പ്രോസസ്സിൽ കുറേ സ്റ്റെപ്സ് ഇൻവോൾവ് ആയിട്ടുണ്ട്, വേരിയസ് സ്റ്റെപ്സ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അത് ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എൻഷുറിങ് ആക്യുറസി എന്നാണ്. അതായത് ഗുഡ് റിപ്പോർട്ടിംഗ് ഈസ് എ കീ ഇൻഗ്രീഡിയൻറ്റ് ഇൻ എൻഷുറിങ് അക്യൂറസി എന്ന് പറയുന്നത്. അതായത് ഒരു നല്ല ഗുഡ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ഒരു കീ ഇൻഗ്രീഡിയൻ്റ് ആണ്. അതായത് കൃത്യതയുള്ളത്, അതായത് സത്യസന്ധമായിട്ടുള്ള വാർത്ത മാത്രം അത് അവർ എഡിറ്റിംഗ് ചെയ്യാൻ പാടുള്ളൂ. സബ് എഡിറ്റേഴ്സ് അവർ പിന്നെ ചെക്ക് ചെയ്യും, അതുപോലെ തന്നെ പിന്നെ റീചെക്ക് ചെയ്യും. കാരണം അത് ആ ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് അവർക്ക് തന്നെ ഉറപ്പ് വരുത്തിയിട്ടാണ് അവരത് കൊടുക്കുള്ളൂ. അപ്പോൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അവർ ചെയ്യാറുള്ളത്. സോ ഫസ്റ്റ് റൂൾ ഓഫ് എഡിറ്റിംഗ് എന്ന് പറയുന്നത് എൻഷുറിങ് അക്യുറസിയാണ്. അതായത് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ മാത്രം കൊടുക്കാൻ ശ്രമിക്കുക. അതാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്.
എഡിറ്റിങ്ങിലെ നെക്സ്റ്റ് റൂൾ, സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് കണ്ടൻസിങ് ആൻഡ് ട്രിമ്മിങ് അൺനെസസറി വേർഡ്സ്. അതായത് ആവശ്യമില്ലാത്ത വേർഡ്സ് ആയാലും സെൻറ്റൻസ് ആയാലും ട്രിം ചെയ്യുക, അതായത് വെട്ടി ചുരുക്കാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡ് റൂൾ. എഡിറ്റിങ്ങിലെ സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വെട്ടി ചുരുക്കിയിട്ട് ആ ഒരു ന്യൂസ് പേപ്പറിൻ്റെ പേജിൽ കറക്റ്റായ ഒരു അളവിൽ തന്നെ കൊടുക്കുക. കൂടുതൽ വലിച്ചു നീട്ടാതെ ആവശ്യമില്ലാത്ത വാക്കുകളൊക്കെ വെട്ടിച്ചുരുക്കുക, ട്രിം ചെയ്യുക. അതാണ് കണ്ടൻസിങ് ആൻഡ് ട്രിമ്മിങ് അൺനെസസറി വേർഡ്സ് എന്ന് പറയുന്നത്. സോ അതായത് ഞാൻ ഒന്നും കൂടി പറയാം. അതായത് ഓരോ റിപ്പോർട്ട്സും അവർ തരുന്നത് എന്തായിരിക്കും, അവരുടെ ഫയൽ എന്ന് പറയുന്നത് ലെങ്തി റിപ്പോർട്ട്സ് ആയിരിക്കും. അവർ തരുന്ന ഓരോ ഫയൽസും ഭയങ്കര ലെങ്തി ആയിട്ടുള്ള റിപ്പോർട്ട്സ് ആയിരിക്കും. പക്ഷേ സബ് എഡിറ്ററിന് മാത്രമേ അറിയുള്ളൂ ആ ഒരു ന്യൂസ് പേപ്പറിൽ സ്പേസ് അവൈലബിൾ ആണോ, അല്ലെങ്കിൽ ഇത്രയും സ്പേസേ ഉള്ളൂ, അപ്പോൾ ഇത്രയും ചെറുതാക്കിയിട്ടാണ് എഴുതുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, സബ് എഡിറ്റർ ആ ഒരു റിപ്പോർട്ട് എടുത്തിട്ട് അത് ആ സ്പേസിൽ, ആ ഒരു ന്യൂസ് പേപ്പർ സ്പേസിൽ ഫിറ്റ് ആണോ എന്ന് നോക്കും. ഫിറ്റ് അല്ലെങ്കിൽ ആ ഒരു സബ് എഡിറ്റർ എന്താ ചെയ്യുക, അത് റീറൈറ്റ് ചെയ്യും. എഴുതിയ വെച്ച ആ റിപ്പോർട്ട് പിന്നെയും എഴുതി അത് എഡിറ്റ് ചെയ്തിട്ട് ചുരുക്കിയിട്ടാണ് ആ ഒരു ന്യൂസ് പേപ്പറിലേക്ക് കൊണ്ടുവരിക. അതാണ് കണ്ടൻസിങ് ആൻഡ് ട്രിമ്മിങ് അൺനെസസറി വേർഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അൺനെസസറി വേർഡ്സ് ആയിട്ടുള്ള അഡ്ജക്റ്റീവ്സ് ആയാലും അഡ്വർബ്സ് ആയാലും എല്ലാതും അത് ഒഴിവാക്കി കളയുക. അതൊന്നും യൂസ് ചെയ്തിട്ട് സ്പേസ് വലുതാക്കി വെക്കരുതല്ല ചെയ്യേണ്ടത്. അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ചെറിയൊരു പാരഗ്രാഫിൽ തന്നെ ന്യൂസൊക്കെ കൊള്ളിപ്പിക്കുക. അതാണ് ഈ ഒരു കണ്ടൻസിങ് ആൻഡ് ട്രിമ്മിങ് അൺനെസസറി വേർഡ്സിൽ ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് എഡിറ്റിങ്ങിലെ തേർഡാമത്തെ റൂളാണ് പ്രൊട്ടക്റ്റിംഗ് ആൻഡ് പോളിഷിങ് ദ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ. അതായത് ലാംഗ്വേജിന് പോളിഷിങ് ചെയ്യുക, അതായത് മിനുക്കിയെടുക്കുക, ഒരു ഭാഷയെ മിനുക്കിയെടുക്കുക എന്നാണ് പ്രൊട്ടക്റ്റിംഗ് ആൻഡ് പോളിഷിങ് ദ ലാംഗ്വേജ് എന്നുള്ളത്. അതായത് ഭാഷാപരമായിട്ടുള്ള വരുന്ന എല്ലാ തിരുത്തുകളും എല്ലാ തെറ്റുകളൊക്കെ തിരുത്തിയെടുക്കുന്നതിന്, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനാണ് പ്രൊട്ടക്റ്റിംഗ് ആൻഡ് പോളിഷിങ് ദ ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും മിസ്പെല്ലഡ് ആയിട്ട് വരുന്ന വേർഡ്സ് എല്ലാ ന്യൂസ് പേപ്പറിലായാലും പെട്ടെന്ന് മിസ്പെല്ലഡ് ആയിട്ട് തെറ്റിയിട്ട് വരുന്ന വേർഡ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. സിഗരറ്റ്, കോക്കനറ്റ്, പിന്നെ കൊക്കക്കോള, ബലൂണ്, എക്കുമഡേറ്റ്, അതൊക്കെയാണ് പെട്ടെന്ന് തെറ്റായിട്ട് വരുന്ന ലാംഗ്വേജിൽ തെറ്റായിട്ട് വരുന്ന വേർഡ്സ് എന്ന് പറയുന്നത്. സോ ലാംഗ്വേജ് ഭാഷാപരമായിട്ട് വരുന്ന തെറ്റുകൾ തിരുത്തുക എന്നാണ് പ്രൊട്ടക്റ്റിംഗ് ആൻഡ് പോളിഷിംഗ് ദ ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ ഒന്നും കൂടിയും പറയാം, പ്രൊട്ടക്റ്റിംഗ് ആൻഡ് പോളിഷിംഗ് ദ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ആ ഒരു എഡിറ്റർ, ആ ഏത് സബ് എഡിറ്റർ ആണെങ്കിൽ ആ ഒരു സബ് എഡിറ്റർ എന്താ ചെയ്യേണ്ടത്, ആ ഒരു ന്യൂസിൽ വരുന്ന എല്ലാ തിരുത്തുകളും എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ആ ഒരു ലാംഗ്വേജിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നാണ് ഈ ഒരു ഇതിൽ യൂസേജിൽ പറയുന്നത്. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു പാസേജ് ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യുക, അതിൽ പ്രോപ്പറായിട്ടുള്ള ലാംഗ്വേജാണോ യൂസ് ചെയ്തിട്ടുള്ള, പ്രോപ്പറായിട്ടുള്ള വേർഡ്സ് ആണോ യൂസ് ചെയ്തിട്ടുള്ള, എന്തെങ്കിലും ഗ്രാമർ മിസ്റ്റേക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്സ് അത് കൺവേ ചെയ്യുക. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഐഡിയാസ് ആയിട്ട് ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ഐഡിയ കൊടുക്കാനുള്ളതാണ് പ്രൊട്ടക്റ്റിംഗ് ആൻഡ് പോളിഷിംഗ് ദ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഒരു ഇതിൽ തന്നെ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ കുറച്ച് മിസ്പെല്ലഡ് ആയിട്ടുള്ള വേർഡ്സും അതൊന്ന് നോക്കി വെക്കുക. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കറക്റ്റിംഗ് ഇൻകൺസിസ്റ്റൻസി എന്നാണ് ഫോർത്ത് റൂൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ന്യൂസ് സ്റ്റോറിയിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞ കാര്യമായിരിക്കില്ല സെക്കൻഡ് പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്, അത് ലിങ്ക് ചെയ്യാത്ത രീതിയിലുള്ള വേറൊരു കാര്യമായിരിക്കും സെക്കൻഡ് പാരഗ്രാഫിൽ പറയാം. സോ അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക എന്നതാണ് ഫോർത്ത് റൂൾ എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് പറഞ്ഞ ആ ഒരു കാര്യത്തിൻ്റെ തുടർക്കഥയായിരിക്കണം സെക്കൻഡ് പാരഗ്രാഫിൽ വരേണ്ടത്, അല്ലാതെ വേറൊരു വിഷയത്തെ പറ്റിയിട്ട് സെക്കൻഡ് പാരഗ്രാഫിൽ കൊടുക്കരുത്. ഫസ്റ്റ് ലീഡ് കൊടുത്തത് തന്നെ ആയിരിക്കണം സെക്കൻഡ് ലീഡിൽ അതിൻ്റെ ലിങ്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. സോ അതാണ് കറക്റ്റ് ഇൻകൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. കറക്റ്റിംഗ് ഇൻകൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഇൻകൺസിസ്റ്റൻസി വിത്തിൻ എ സ്റ്റോറി ഷുഡ് ബി ഡിക്റ്റേറ്റഡ് ആൻഡ് കറക്റ്റഡ്. അതായത് പൊരുത്തക്കേടുകൾ തിരുത്തുക എന്നാണ് ഇതിൻ്റെ ഒരു മലയാളം കറക്റ്റ് വേർഡ് എന്ന് പറയുന്നത്. അതായത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തുക. ഒരു കഥയ്ക്കുള്ളിൽ, അതായത് ഒരു സ്റ്റോറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും തെറ്റുകൾ, എന്തെങ്കിലും പൊരുത്തക്കേട് ഉണ്ടെങ്കിൽ അത് ഡിക്റ്റേറ്റഡ് ചെയ്തിട്ട്, അതായത് കണ്ടെത്തി അത് തിരുത്തണം, കറക്റ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് എന്തെങ്കിലും ഇൻകൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ വായനക്കാരന് അത് ആശയക്കുഴപ്പത്തിൽ ഒരു കൺഫ്യൂഷൻ ആക്കുക അവരെ. സോ അതുകൊണ്ട് തന്നെയാണ് അത് കറക്റ്റ് ചെയ്യിക്കണം എന്ന് പറയണത്. സോ അവിടെ അതിലൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കി നോക്ക്. ദ പൈലറ്റ് സെയ്ഡ് ദ 2 planes ഓൾമോസ്റ്റ് ഹിറ്റ് ഈച്ച് അതർ ഡ്യൂറിങ് ദ ന്യൂസ് കോൺഫറൻസ്. അതായത് അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് ഒരു വാർത്താ സമ്മേളനത്തിൻ്റെ ഇടയിൽ, അതായത് ഒരു ന്യൂസ് കോൺഫറൻസിൻ്റെ ഇടയിലായിട്ട് 2 വിമാനങ്ങളും ഏതാണ്ട് പരസ്പരം ഇടിച്ചതായിട്ട് പൈലറ്റ് പറഞ്ഞു എന്നാണ് ഈ ഒരു ഫസ്റ്റ് സെൻറ്റൻസിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് സെൻറ്റൻസ് എന്താണെന്ന് നോക്കാം. ദ പൈലറ്റ് ടോൾഡ് ദ ന്യൂസ് കോൺഫറൻസ് ദാറ്റ് ദ 2 planes ഓൾമോസ്റ്റ് ഹിറ്റ് ഈച്ച് അതർ.
അതായത് 2 വിമാനങ്ങളും ഏതാണ്ട് പരസ്പരം ഇടിച്ചിട്ടുണ്ടെന്ന് പൈലറ്റ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സോ ഇതാണ് ഈ പൊരുത്തക്കേടുകൾ, അതായത് എന്തെങ്കിലും ഇൻകൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞിട്ട് 4th റൂൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് 5th എഡിറ്റിങ്ങിൽ 5th റൂൾ എന്താണെന്ന് നോക്കാം. മേക്കിംഗ് ദ സ്റ്റോറി കൺഫോം ടു സ്റ്റൈൽ. സോ ഇതിൽ പറയണത് ഓരോ ന്യൂസ് പേപ്പറിനും അവരുടേതായ ഒരു റൂൾസ് ഉണ്ടാവും, അതായത് അവരുടേതായ ഓരോ സ്റ്റൈൽസിനുള്ള ഓരോ ഗൈഡ് ഉണ്ടാവും. അതായത് ഓരോ ഫോണ്ട് ആണെങ്കിലും ഓരോ രീതിയിൽ ഓരോ എഴുത്തായാലും ഓരോ വേർഡ്സ് ആയാലും ഓരോ ന്യൂസ് പേപ്പറിനും അവരുടേതായ സ്റ്റൈൽസ് ഉണ്ടാവും. സോ അതാണ് 5th റൂളിൽ പറയുന്നത്. ഇപ്പം മലയാള മനോരമ യൂസ് ചെയ്യണ ഫോണ്ടും സ്റ്റൈലായിരിക്കില്ല വേറൊരു ന്യൂസ് പേപ്പർ യൂസ് ചെയ്യണത്. സോ ഓരോ ന്യൂസ് പേപ്പറിനും അവരുടേതായ സ്റ്റൈലുണ്ടാവും. സോ റിപ്പോർട്ടേഴ്സ് കൊണ്ടുവരുന്ന ആ ഒരു കണ്ടൻറ്റ്, ആ ഒരു ന്യൂസ് അവർ ആ ഒരു സ്റ്റൈലിലേക്ക് കൊണ്ടുവന്നിട്ടായിരിക്കും നമുക്ക് ന്യൂസ് പേപ്പറിൽ വായിക്കാൻ കിട്ടും. സോ അതായത് ഓരോ ഗൈഡൻസ് ഉണ്ടാവും, ഓരോ സ്റ്റൈൽ ബുക്സ് അവർ പ്രൊവൈഡ് ചെയ്യും. സ്പെല്ലിങ്ങിലായാലും അവരുടെ വേർഡ് യൂസേജ് ആയാലും പഞ്ച്വേഷൻ മാർക്സ് ആയാലും ടൈറ്റിൽസ് ആയാലും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ കാര്യത്തിലും ഓരോ വരുത്തേണ്ട എല്ലാ കാര്യത്തിലൊക്കെ ഓരോ കണ്ടൻറ്റിൽ കൊടുക്കേണ്ട എല്ലാ കാര്യത്തിലും ഓരോ സ്റ്റൈൽസൊക്കെ ഓരോ ന്യൂസ് പേപ്പേഴ്സിനുണ്ടാവും. സോ അതാണ് 5th റൂൾ എന്ന് പറയുന്നത്, മേക്കിംഗ് ദ സ്റ്റോറി കൺഫോം ടു സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇനി 6th വണ്ണാണ് എലിമിനേറ്റിംഗ് ലിബെൽലെസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അതായത് ലിബൽ ഈസ് എ റിട്ടൺ ഡിഫമേഷൻ, അതായത് ഓരോ ന്യൂസ് പേപ്പറിലോ ഓരോ ന്യൂസിലും ഓരോ കണ്ടൻറ്റിലൊക്കെ ചില വ്യക്തികളൊക്കെ മാനഭംഗം വരുത്തുന്ന രീതിയിലുള്ള ഓരോ ന്യൂസുകളുണ്ടാവും. അല്ലെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഓരോ വ്യക്തികളെ തന്നെ എടുത്ത് കാണിച്ചിട്ട് അവരെ മോശമായ രീതിയിലൊക്കെ ചിത്രീകരിക്കുന്ന ഓരോ വേർഡ്സ് ആയാലും ഓരോ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവും. സോ അങ്ങനത്തെ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയാലും വേർഡ്സൊക്കെ ഒഴിവാക്കി എലിമിനേറ്റ് ചെയ്യുക, അതാണ് ഈ 6th റൂൾ എന്ന് പറയുന്നത്. കാരണം അങ്ങനത്തെ വേർഡ്സൊക്കെ ഉണ്ടെങ്കിൽ അവർ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ന്യൂസ് പേപ്പറിന് തന്നെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. സോ സബ് എഡിറ്ററാണ് ഇതൊക്കെ നോക്കി വരുത്തുന്നത്. അത് സബ് എഡിറ്ററിൻ്റെ ഡ്യൂട്ടിയാണ് ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നൊക്കെ ഇതൊക്കെ കളഞ്ഞ് മാറ്റുക, അതൊക്കെ അതിൽ നിന്ന് ഫ്രീ ആക്കി എടുത്തിട്ട് നല്ലൊരു സ്റ്റേറ്റ്മെൻ്റ് ആക്കി കൊടുക്കുക എന്നത് സബ് എഡിറ്ററിൻ്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ കാര്യങ്ങളാണ്. അതായത് മറ്റുള്ളവരെ മാനഭംഗം വരുത്തുന്ന രീതിയിലുള്ള വാക്കുകളായാലും അങ്ങനത്തെ പ്രയോഗങ്ങളൊന്നും യൂസ് ചെയ്യാത്ത വിധത്തിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കണം ന്യൂസ് പേപ്പറിൽ വരേണ്ടത്. അതാണ് 6th വൺ എന്ന് പറയുന്നത്, എലിമിനേറ്റിംഗ് ലിബെൽലെസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. 7th വൺ നോക്കൂ, എലിമിനേറ്റിംഗ് പാസേജ് ഇൻ യുവർ പുവർ ടേസ്റ്റ്. സോ ഇതിൽ പറയുന്നത് ഓരോ ന്യൂസ് പേപ്പറിനും അവരുടേതായ ഓരോ റൂൾസ് ഓരോ പോളിസി ഉണ്ടായിരിക്കും. സോ അവർ അതിന് നിരക്കാത്ത ഒരു കാര്യങ്ങളും അവർ അതിൽ ചെയ്യില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓരോ ന്യൂസ് പേപ്പറിനും അവർക്ക് ഉണ്ടാവും. ഇപ്പോൾ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റേപ്പ് വിക്ടിമിൻ്റെ പേര് അല്ലെങ്കിൽ അവരുടെ അതർ ഐഡൻറ്റിറ്റീസ് ഒന്നും അവരതിൽ കൊടുക്കില്ല, കാരണം അത് ന്യൂസ് പേപ്പറിനെതിരെയാണ്. സോ അവരത് കൊടുക്കില്ല. അതാണ് ഈ ഒരു ന്യൂസ് പേപ്പറിൻ്റെ പോളിസി എന്ന് പറഞ്ഞാൽ. ആ ഒരു ന്യൂസ് പേപ്പറിൻ്റെ പോളിസിനെ അനുസരിച്ചായിരിക്കും അവരതിൽ ഡ്യൂട്ടി ചെയ്യുന്നത്. അതുപോലെ തന്നെ മാധ്യമം എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിൽ അവർ ഫിലിം അഡ്വർടൈസ്മെൻറ്റ് അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫ്സ്, ഫിലിംസിൻ്റെ ഫോട്ടോഗ്രാഫ്സ് ആയാൽ പോലും അതുപോലെ തന്നെ വൾഗറായിട്ടുള്ള പല ഫോട്ടോഗ്രാഫ്സ്, അങ്ങനത്തെ ഫോട്ടോഗ്രാഫ്സ് ഒന്നും അവരതിൽ കൊടുക്കില്ല. ആ ഒരു മാധ്യമം എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിൽ കൊടുക്കില്ല. കാരണം അവരുടെ പോളിസി അവരുടെ റൂൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് അവരുടെ മാധ്യമത്തിൽ ഇങ്ങനത്തെ രീതിയിലുള്ള ഒരു തരത്തിലുള്ള ആ ഒരു ന്യൂസ് പേപ്പറിൽ ഫിലിം അഡ്വർടൈസ്മെൻ്റ് ആയാലും അതുപോലെ മറ്റു ഫോട്ടോഗ്രാഫ്സ് ആയാലും മെൻസിൻ്റെ ഡ്രസ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഫോട്ടോസൊക്കെ ഉണ്ടാവില്ല, അതൊന്നും അവർ കൊടുക്കില്ല. കാരണം അതൊക്കെ ഒരു പുവർ ടേസ്റ്റ് ആയിട്ടാണ് അവർ കണക്കാക്കപ്പെടുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് അങ്ങനത്തെ ഫോട്ടോസ് ആയാലും അങ്ങനത്തെ തരത്തിലുള്ള ഒരു ഗ്രാഫിക്സ് ഒരു തരത്തിലുള്ള ഫോട്ടോസൊന്നും അവരെ ന്യൂസിൽ കൊടുക്കാത്തത്. സോ അതൊക്കെ എന്ന് പറയുന്നത് ഒരു പുവർ ടേസ്റ്റ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഓരോ ന്യൂസ് പേപ്പറിനും അവരുടേതായ ഓരോ പോളിസിനും. സോ അവരത് കൊടുക്കാത്തത് അവർക്ക് അതൊരു പുവർ ടേസ്റ്റ് ആയിട്ടാണ്. സോ ഇതാണ് 7th റൂൾ എന്ന് പറയുന്നത്, എലിമിനേറ്റിംഗ് പാസേജ് ഇൻ പുവർ ടേസ്റ്റ് എന്ന് പറയുന്നത്. 8th വണ്ണാണ് മേക്കിംഗ് ദ സ്റ്റോറി റീഡബിൾ ആൻഡ് കംപ്ലീറ്റ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ റൂൾ എന്ന് പറയുന്നത്, നമ്മൾ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് റീഡേഴ്സിന് വായിക്കാനുള്ളതാണ്, അത് റീഡബിളാണ്. സോ അതിൽ എല്ലാ കാര്യങ്ങളും അവർക്ക് മനസ്സിലാക്കുന്ന രീതിയിലുള്ള സ്റ്റോറി ആയിരിക്കണം. അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിരിക്കണം, ഇൻകംപ്ലീറ്റ് ആവരുത്. ഒരു സ്റ്റോറി ഇൻകംപ്ലീറ്റ് ആവരുത്, എല്ലാ കാര്യവും കംപ്ലീറ്റ് ആയിരിക്കണം. അതായത് ഫുള്ളായിട്ടുള്ള കാര്യം തന്നെ അതിൽ പറഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞിട്ട് അത് അവിടെ വെച്ച് അവസാനിപ്പിക്കരുത്, എല്ലാതും ഫുള്ളായിട്ടുള്ളൊരു കണ്ടൻ്റ് ആയിരിക്കണം. സോ ഇതിനായിട്ടുള്ളൊരു കുറച്ച് ക്യാരക്ടർ
ക്യാരക്ടേഴ്സ് അതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് 5 കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൈസസ് എന്നാണ്. എല്ലാ പറയണ കാര്യങ്ങൾ കൃത്യമായിട്ടുള്ളൊരു കാര്യങ്ങളായിരിക്കണം. രണ്ടാമത്തെ ക്ലിയർ, പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കണം. മൂന്നാമത്തെന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എ പ്രൈസ് അപ്രോപ്രിയേറ്റ് ടു ദ കണ്ടൻറ്റ്. അതായത് ഓരോ കണ്ടൻറ്റിനും അതിൻ്റെതായ സ്ഥലങ്ങൾ, അതിൻ്റെതായ രീതിയിൽ ഓരോ ടോണിലായിരിക്കണം പറയേണ്ടത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും കുറിച്ചിട്ട് പറയണമെങ്കിൽ ആ ഒരു ലീഡിനനുസരിച്ച്, അതായത് ആ ഒരു പാരഗ്രാഫിനനുസരിച്ചിട്ട് ആ ഒരു റീഡർക്ക് അടുത്തത് എന്താണ് പറയുന്നുള്ളൊരു തോട്ട് അവർക്ക് കൊടുക്കണം. അതായത് ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താണോ പറയുന്നത്, സോ നെക്സ്റ്റ് പാരഗ്രാഫിൽ നെക്സ്റ്റ് ലീഡിൽ ഇന്നൊരു സംഭവമാണ് പറയുന്നത്. അങ്ങനത്തെ ഉള്ള റീഡർക്ക് ആ ഒരു തോട്ട് കൊടുക്കണം. അതാണ് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് നോക്കൂ, ഇറ്റ് അപ്പീൽസ് ടു ദ റീഡേഴ്സ് സെൻസ്. അതായത് റീഡേഴ്സിൻ്റെ ഒരു ഇമോഷണലായിട്ട് ഓരോ ഫീലിങ്സൊക്കെ അതിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഇതാണ് മേക്കിംഗ് ദ സ്റ്റോറി റീഡബിൾ ആൻഡ് കംപ്ലീറ്റ് എന്ന് പറയുന്നത് 8th റൂളിൻ്റെ ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓരോ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഇത്രയാണ്. സോ ഇത് നന്നായിട്ട് പഠിക്കാം. ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടിയും പറഞ്ഞു തരാം. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൈസ് എന്നാണ്. അതായത് ഇത് കൃത്യമാണ്, അതായത് കൃത്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ക്ലിയർ. സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ ഇത് വ്യക്തമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. വ്യക്തമാണ്, അതാണ് ക്ലിയർ. നമ്മൾ ശരിക്കുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കണം. തേർഡ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എ പ്രൈസ് അപ്രോപ്രിയേറ്റ് ടു ദ കോണ്ടൻറ്റ്. അതായത് ഇതിന് ഉള്ളടക്കത്തിന് അനുയോജ്യമായിട്ടുള്ളൊരു വേഗത, ഒരു ട്യൂൺ ഉണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് നോക്കൂ, ഇറ്റ് യൂസസ് ട്രാൻസാക്ഷണൽ ഡിവൈസസ് ദാറ്റ് ലീഡ് ദ റീഡർ ഫ്രം വൺ തോട്ട് ടു ദ നെക്സ്റ്റ്. അതായത് അതായത് ഒരു ന്യൂസ് വായിക്കുന്ന ഒരു റീഡർക്ക് ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞത്, അതായത് ഇത് വായനക്കാരന് ഒരു ചിന്തയിൽ നിന്ന് മറ്റൊന്നിലേക്ക് നയിക്കുന്ന എന്തെങ്കിലും ഒരു തോട്ട്സ്, എന്തെങ്കിലും ഒരു വേർഡ്സ് എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നു. അതിനാണ് ഈ 4th പോയിന്റ് പറയുന്നത്. 5th പോയിന്റ് നോക്കൂ, ഇറ്റ് അപ്പീൽസ് ടു ദ റീഡേഴ്സ് സെൻസ്. അതായത് ഇത് വായനക്കാരൻ്റെ ഇന്ദ്രിയങ്ങളെ ആകർഷിക്കുന്നു. അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് മീനിങ് എന്ന് പറഞ്ഞാൽ. അതായത് സെൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ വായിക്കുന്ന റീഡേഴ്സിനെ, അവരുടെ ഫീലിങ്സിനൊക്കെ ഇത് ആകർഷിക്കുന്നു. അങ്ങനത്തെ തരത്തിലുള്ള ഓരോ കാര്യങ്ങളായിരിക്കും ഉണ്ടാവുന്നത്. സോ ഇതാണ് ഈ ഒരു പോയിന്റിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ജസ്റ്റ് നന്നായി നോക്കുക, പറയുന്നത് തന്നെ പിന്നെ റിവൻ്റ് അടിച്ച് നോക്കുക, കേൾക്കുക. സോ ഇത്രയാണ് ഈ ഒരു പോയിന്റിങ്ങിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കൂ, റൈറ്റിംഗ്. 9th വൺ കേട്ടോ. റൈറ്റിംഗ് അട്രാക്റ്റീവ് ഹെഡ്ലൈൻസ് എന്ന് പറഞ്ഞാൽ, അതായത് ഒരു ന്യൂസ് പേപ്പറിൽ എപ്പോഴും വരേണ്ട ഹെഡ്ലൈൻ എന്ന് പറയുന്നത് അട്രാക്റ്റീവ് ആയിരിക്കണം. കാരണം റീഡേഴ്സിന് ആ ഒരു ഹെഡ്ലൈൻ കണ്ടിട്ട് വേണം അവർ ആ ഒരു ഇത് വായിക്കണം, ആ ഒരു സംഭവം വായിക്കണോ വേണ്ടെന്നൊക്കെ ആ ഒരു ഹെഡ്ലൈൻസിൽ വിചാരിച്ചിട്ടിരിക്കും. കാരണം ആ ഹെഡ്ലൈൻസ് നല്ല അട്രാക്റ്റീവ് ഉണ്ടെങ്കിൽ റീഡേഴ്സ് വായിക്കും. അല്ലെങ്കിൽ സാധാരണ ജസ്റ്റ് ഒരു എഴുത്ത് പോലെ അങ്ങനെയൊക്കെ തോന്നിയാൽ അവരത് വായിക്കാണ്ട് തന്നെ വിടും. അപ്പോൾ എപ്പോഴും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഹെഡ്ലൈൻസ് ആയിരിക്കണം കൊടുക്കേണ്ടത്. സോ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. അതായത് ഒരു കോപ്പി എഡിറ്ററിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് അത് കറക്റ്റ് ചെയ്തിട്ട് അതിനൊരു കോപ്പി ആക്കിയിട്ട് എടുക്കുക എന്നതാണ്. സെക്കൻഡ് ടാസ്ക്കാണ് അവരൊരു ഹെഡ്ലൈൻ റൈറ്റ് ചെയ്യുക, ഹെഡ്ലൈൻ എഴുതുക എന്ന് പറയുന്നത്. അതായത് റീഡേഴ്സിൻ്റെ അറ്റൻഷൻസ് പിടിച്ചു പറ്റുന്ന തരത്തിലുള്ള ഒരു അട്രാക്റ്റ് ആയിട്ടുള്ള ഒരു ഹെഡ്ലൈൻസ് ആയിരിക്കണം അവർ എഴുതേണ്ടത്. ആ ഒരു സ്റ്റോറി സമ്മറൈസ് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റോറിൻ്റെ മൂഡിനനുസരിച്ചിട്ടൊക്കെ ഒരു ട്യൂണിന്, ആ ന്യൂസ് പേപ്പറിൻ്റെ ട്യൂണിനനുസരിച്ചിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഹെഡ്ലൈൻസ്, അത്രയും നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഹെഡ്ലൈൻസ് ആയിരിക്കണം ഉണ്ടാവുന്നത്. സോ ഇതാണ് 9th പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കൂ, ഹാൻഡ്ലിങ് ന്യൂസ് ഏജൻസി കോപ്പീസ്. അതായത് ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇതിൻ്റെ ന്യൂസ് ഏജൻസിനെ കുറിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ കാണാത്തവരുണ്ടെങ്കിൽ അതെന്തായാലും പോയി കാണാം. കാരണം 10th പോയിന്റിൽ വരുന്നത് ഹാൻഡ്ലിങ് ന്യൂസ് ഏജൻസി കോപ്പീസാണ്. അതായത് ന്യൂസ് ഏജൻസി എന്ന് പറയുന്നത് ഒരു കുറേ ന്യൂസുകൾ, പലതരം ന്യൂസുകൾ അവർക്കാണ് ആദ്യം കിട്ടുക. അപ്പോൾ അവർ വേൾഡ് വൈഡിൽ തന്നെ അവർ ആ ഒരു ന്യൂസ് ഏജൻസി പ്രൊവൈഡ് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും പലതരത്തിലുള്ള ന്യൂസും. മറ്റുള്ള ന്യൂസ് പേപ്പേഴ്സിനായാലും മറ്റുള്ള ന്യൂസ് ചാനൽസിനൊക്കെ ആയിട്ട് അവരാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണത്. ലോക്കൽ ആയിക്കോട്ടെ, ഇൻ്റർനാഷണൽ ആയിക്കോട്ടെ, നാഷണൽ ആയിക്കോട്ടെ, എല്ലാ തരത്തിലുള്ള ന്യൂസുകളും അവർക്കാണ് ആദ്യം കിട്ടുക. അതാണ് ന്യൂസ് ഏജൻസി എന്ന് പറയുന്നത്. സോ ന്യൂസ് ഏജൻസി കോപ്പീസ് എന്ന് പറഞ്ഞാൽ ആ ന്യൂസ് ഏജൻസിയിൽ നിന്ന് കിട്ടുന്ന അവർക്ക് കിട്ടുന്ന ന്യൂസുകളെയാണ് ന്യൂസ് ഏജൻസി കോപ്പീസ് എന്ന് പറയുന്നത്. സോ ഈ ന്യൂസുകളൊക്കെ അവരിപ്പോൾ 200 ന്യൂസ് അവർക്ക് കിട്ടണമെങ്കിൽ ആ 200 ന്യൂസിനെ വെട്ടിച്ചുരുക്കി ഒരു 30 ന്യൂസൊക്കെ, ഇമ്പോർട്ടൻ്റ് ആയ 30 ന്യൂസൊക്കെയാണ് അവരെ പത്രത്തിൽ അച്ചടിച്ച് വരുള്ളൂ. സോ അവരപ്പം എന്താ ചെയ്യണം, ഓരോ കിട്ടിയ എല്ലാ ന്യൂസുകളും അവർ എഡിറ്റ് ചെയ്തിട്ടാണ് ആ ഒരു ന്യൂസ് വരുള്ളൂ. സോ അതാണ് ഹാൻഡ്ലിങ് ന്യൂസ് ഏജൻസി കോപ്പീസ് എന്ന് പറയുന്നത്.
ഇനി നമുക്ക് ലാസ്റ്റായിട്ട് പഠിക്കാനുള്ള ഒരു പോയിൻ്റാണ് എഡിറ്റിംഗ് പിക്ചേഴ്സ് ആൻഡ് ഡിസൈനിങ് പേജസ് എന്ന് പറയുന്നത്. അതായത് ഒരു ന്യൂസ് പേപ്പറിൽ വേണ്ട ഗ്രാഫിക്സ് ആയാലും പിക്ചേഴ്സ് ആയാലും ആ പേജിൻ്റെ ഡിസൈൻസൊക്കെ അവരാണ് കറക്റ്റായിട്ട് നോക്കേണ്ടത്. ഇപ്പോൾ ഒരു പിക്ക് കിട്ടിയാൽ ഒരു ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ അത് ക്ലിയർ ഇല്ലെങ്കിൽ അത് ക്ലിയർ ആക്കി മാറ്റുക, അല്ലെങ്കിൽ അതിൽ വലിയൊരു പിക്ചർ ആണെങ്കിൽ അതിൽ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്തിട്ട് ആ പിക്ചർ എഡിറ്റ് ചെയ്യുക. അവർക്ക് ആവശ്യമുള്ള രീതിയിൽ എഡിറ്റ് ചെയ്ത ഒരു പിക്ചർ ആണെങ്കിൽ ആ ഒരു പിക്ചറിനെ എഡിറ്റ് ചെയ്ത് മാറ്റുന്നതിനാണ് എഡിറ്റിംഗ് പിക്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഡിസൈനിങ് പേജസ് എന്ന് പറയുന്നത് ആ ഒരു ന്യൂസ് പേപ്പറിലെ പേജസിൽ നല്ല ലേഔട്ടൊക്കെ കൊടുക്കുക, നല്ല തരത്തിലുള്ള ഓരോ ഫോണ്ടുകളാണെങ്കിൽ അവർക്ക് ആവശ്യമുള്ള രീതിയിലൊക്കെ അത് ആ പേജിനെ ഡിസൈൻ ചെയ്ത് മാറ്റുക. അതാണ് എഡിറ്റിംഗ് പിക്ചേഴ്സ് ആൻഡ് ഡിസൈനിങ് പേജസിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു യൂസേജ് എന്ന് പറയുന്നത് ഇത് വായനക്കാരെ കൂടുതലായിട്ട് ആകർഷിപ്പിക്കും, അട്രാക്റ്റ് ചെയ്യും. ഇങ്ങനത്തെ തരത്തിലുള്ള എഡിറ്റിംഗ് പിക്ചേഴ്സ് ആയാലും ഡിസൈനിങ് പേജസ് ഒക്കെ ആണെങ്കിലും വായനക്കാരെ വേഗം തന്നെ ഈ ഒരു ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യും. സോ ഇതൊക്കെ ഇതിൻ്റെ ഒരു യൂസേജാണ്. സോ നോക്ക്, ഡിസൈനിങ് ദ പേജ് ഹെൽപ്സ് ദ റീഡർ ടു റീഡ് ഫാസ്റ്റർ ആൻഡ് റീഡ് മോർ ഓഫ് വാട്ട് ഈസ് റിട്ടൺ. എന്താണ് അതിൽ എഴുതിയിട്ടുള്ളത് എന്നൊക്കെ അവർക്ക് വേഗം തന്നെ മനസ്സിലാക്കാനുള്ള, അല്ലെങ്കിൽ അത് വേഗം തന്നെ വായിക്കാനുള്ള ഒരു ഹെൽപ്പ് ചെയ്യുന്ന, ഒരു റീഡറിനെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഡിസൈനിങ് പേജ് അല്ലെങ്കിൽ എഡിറ്റിംഗ് പിക്ചേഴ്സൊക്കെയാണ്. സോ ഇതാണ് എഡിറ്റിംഗ് റൂളിലെ അവസാനത്തെ റൂൾ എന്ന് പറയുന്നത്. സോ ഇത്രയാണ് ജേർണലിസ്റ്റ് പ്രാക്ടീസിൽ 4th ചാപ്റ്ററായ എഡിറ്റിംഗ് പ്രോസസ്സിൽ ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത്. സെക്കൻഡ് പാർട്ട് ഞാൻ വേഗം തന്നെ അപ്ലോഡ് ചെയ്യാം. ഈ സെക്കൻഡ് പാർട്ട് ഇതിലും കൂടി ഉൾപ്പെടുത്തിയാൽ വീഡിയോ ലെങ്തി ആയിരിക്കും. അതുകൊണ്ടാണ് 2 പാർട്ടാക്കിയിട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ചെയ്യുക. സോ ഇതുപോലെ തന്നെ മറ്റു ചാപ്റ്റേഴ്സിൻ്റെ ഡീറ്റെയിൽഡ് സമ്മറി ആയാലും ഇത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആയാലും ഞാൻ ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും അത് പോയി കാണുക. ആൻഡ് താങ്ക് യു.